വലിയ ഭക്ഷണം അഥവാ മാക്രോ ന്യൂട്രിയൻസ് ആണ് നാം അറിയേണ്ടത്. അത് 3 സാധനങ്ങളാണ്. 1 കാർബോഹൈഡ്രേറ്റ്, 2 പ്രോട്ടീൻ, 3 ഫാറ്റ്. കാർബോഹൈഡ്രേറ്റ് ദഹിച്ചാൽ നമുക്ക് ലഭിക്കുന്നത് ഷുഗറാണ്. അതുകൊണ്ട് തന്നെ കാർബോഹൈഡ്രേറ്റ് കൂടിയാൽ ഷുഗർ കൂടും. പ്രോട്ടീൻ നമ്മുടെ ശരീരഘടനയ്ക്ക് ആവശ്യമാണ്. ഫാറ്റ് അതിൽ നിന്നാണ് നമുക്ക് ശരീരത്തിന്റെ കോശങ്ങൾക്കുള്ള ആവരണങ്ങളും അതുപോലെ ഹോർമോൺ ഉണ്ടാക്കാനുള്ള കൊഴുപ്പും മറ്റും ലഭിക്കുന്നത്. അതുകൊണ്ട് ഇത് 3ഉം കാർബോഹൈഡ്രേറ്റും ഫാറ്റും പ്രോട്ടീനും നമുക്ക് ആവശ്യമുണ്ട്. പക്ഷെ അതിൻ്റെ അളവ് കൃത്യമായിരിക്കണം. പൊതുവിൽ നമ്മുടെ ഭക്ഷണങ്ങളിൽ കൂടുതൽ കാർബോഹൈഡ്രേറ്റും കലോറിയും ഉണ്ട് എന്നുള്ളത് കൊണ്ട് കലോറിയും അതായത് മൊത്തത്തിലുള്ള ഊർജ്ജവും കാർബോഹൈഡ്രേറ്റും നിയന്ത്രിക്കുവാൻ അല്ലെങ്കിൽ കുറയ്ക്കുവാൻ നാം ശ്രദ്ധിക്കണം. പ്രോട്ടീൻ പൊതുവിൽ നാം കുറവാണ് കഴിക്കുന്നത്. അതുകൊണ്ട് പ്രോട്ടീൻ്റെ അളവ് അല്പം കൂടുതൽ നമുക്ക് ആവശ്യമുണ്ട്. ഫാറ്റ് അഥവാ കൊഴുപ്പിൽ നല്ല കൊഴുപ്പ് അതായത് അപൂരിത കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ എടുക്കാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഫാറ്റിൽ ഒരുപാട് ഊർജ്ജമുണ്ട് എന്നുള്ളത് കൊണ്ട് ഫാറ്റ് മിതമായി ഉപയോഗിക്കാവുള്ളൂ. അപ്പൊ ഇതാണ് പൊതുവിലുള്ള പ്രിൻസിപ്പിൾ. 1 കലോറി നമ്മൾ നോക്കണം. കലോറി കുറവുള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക, കലോറി കൂടിയ ഭക്ഷണങ്ങൾ കുറവ് കഴിക്കുക. 2 കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജം ദഹിച്ചാൽ ഷുഗർ ആകും എന്നുള്ളത് കൊണ്ട് അത് പരിമിതമായി മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. 3 പ്രോട്ടീൻ നാം ആവശ്യത്തിന് കഴിക്കണം. 4 ഫാറ്റിൽ നല്ല ഫാറ്റ് അഥവാ അപൂരിത കൊഴുപ്പ് കൂടുതൽ എടുക്കുവാനും ഫാറ്റിന്റെ മൊത്തത്തിലുള്ള അളവ് കൂടാതിരിക്കുവാനും ശ്രദ്ധിക്കണം.